ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ ഔട്ട്ഫിറ്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ടിഷ്യൂൻ്റെ മെറ്റീരിയലാണ് കസ്റ്റമർ കൊണ്ടു തന്നിട്ടുള്ളത്. മെറ്റീരിയലിൻ്റെ താഴെ ഭാഗത്ത് മാത്രമാണ് ഇതുപോലുള്ള പീകോക്കിൻ്റെ വർക്ക് വരുന്നത്. ഇത് 3.5 മീറ്ററാണ് മെറ്റീരിയൽ ഉള്ളത്. ലൈനിങ്ങിനായിട്ട് 2.5 മീറ്റർ കോട്ടൺ ആണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്കൊരു ലൈൻ ടോപ്പാണ് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. വി നെക്കിൽ സ്കാലപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. വീഡിയോ യൂസ്ഫുള്ളായി തോന്നില്ലെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവിന് ലൈനിങ് വേണ്ടാത്തത് കൊണ്ട് 2.5 മീറ്റർ ലൈനിങ് ഞാൻ ഇതുപോലെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. താഴെ ഭാഗം ഒന്ന് ആദ്യം തന്നെ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അളവുകളൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ 39 ഇഞ്ച് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കത്തിൽ നിന്ന് എപ്പോഴും 3-4 ഇഞ്ച് കുറച്ചിട്ട് വേണം ലൈനിങ് എടുക്കാനായിട്ട്. ഇനി ലെങ്ത് മാർക്ക് ചെയ്ത ലൈനിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോളും സെയിം 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് ഒരു ബോക്സ് ആക്കി വരക്കാം. ചെസ്റ്റ് റൗണ്ട് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 12 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഞാനിങ്ങനെയാണ് എപ്പോഴും ആം ഹോളൊക്കെ മാർക്ക് ചെയ്യാറ്. ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആം ഹോളൊക്കെ മാർക്ക് ചെയ്യാറുള്ളൂ. ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 13.5 ഇഞ്ച് ഷേപ്പ് കൊടുക്കാനായിട്ടും ഒരു 18.5 ഇഞ്ച് നമുക്ക് ഹിപ്പിൻ്റെ ആ റൗണ്ട് മാർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ താഴെ ഭാഗത്ത് ലൈനിങ്ങിൻ്റെ ഫുൾ വീതി കിട്ടുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നു. ഷേപ്പും ഹിപ്പ് റൗണ്ടും ഒക്കെ നമ്മുടെ കസ്റ്റമറിൻ്റെ അളവിന് തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഷേപ്പ് 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഹിപ്പിൻ്റെ അവിടേക്ക് 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോൾ വരച്ച ആ ഒരു ബോക്സിൻ്റെ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നു. 1/2 ഇഞ്ച് ഷോൾഡറും കൂടി താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യില്ല. ക്യാൻവാസിലാണ് നെക്കൊക്കെ ചെയ്തെടുക്കുന്നത്. നമ്മളെപ്പോഴും കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുമ്പം ക്യാൻവാസിൽ തന്നെ നെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് ആം ഹോളിലേക്ക് കൂടെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ലൈനിങ്ങിൻ്റെ ഒരു പീസ് മാറ്റി കൊടുത്തിട്ട് ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് കുഴിച്ചും കൂടി വെട്ടി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു അളവ് തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്ക് കട്ട് ചെയ്യാനായിട്ട് ക്യാൻവാസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ സെൻറ്ററായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിട്ട് 3.25 ഇഞ്ച്, നെക്ക് ലെങ്ത്ത് 7 ഇഞ്ചാണ് എടുക്കുന്നത്. വീനെക്ക് ആയതുകൊണ്ടാണ് കുറച്ച് ഡീപ്പിൽ വെക്കുന്നത്. നമ്മൾ വീനെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നെക്ക് വിട്ടും ലെങ്ത്തും ഒരു 1/4 to 1 ഇഞ്ച് വരെ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നെക്ക് ഭയങ്കര കുടുങ്ങി കിടക്കും. ഇനി നമുക്ക് വി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പുറത്തേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു അടപ്പോ എന്തെങ്കിലും എടുത്തതിന് ശേഷം നമ്മൾ സ്കാലപ്പിൻ്റെ ഡിസൈൻ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്താ സ്കാലപ്പൊക്കെ വരച്ച് അത് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മൾ നെക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ക്യാൻവാസ് നമ്മുടെ നല്ല തുണിയുടെ ചിതവശത്തേക്ക് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്താ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ബാക്ക് നെക്കും നമ്മൾ നേരത്തെ കൊടുത്ത 3.25 ഇഞ്ച് നെക്ക് വിട്ട് 4 ഇഞ്ച് മാത്രമേ നെക്ക് ലെങ്ത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അത് റൗണ്ട് ഷേപ്പ് വർക്ക് ചെയ്തിട്ട് ആ റൗണ്ട് ഷേപ്പിനനുസരിച്ചിട്ട് 1 ഇഞ്ച് പുറത്തേക്കും കൂടി മാർക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ തുണിയുടെ നല്ല വശത്തേക്ക് വെച്ചിട്ട് നല്ല തുണിയുടെ ചീത്ത വശത്തേക്ക് വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് പേസ്റ്റ് ചെയ്ത്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വി നെക്ക് ക്യാൻവാസ് കട്ട് ചെയ്തതിൽ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോഡി പാർട്ട് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററും ഈ ഒരു നമ്മുടെ നെക്കിൻ്റെ സെൻറ്ററും ഒരേപോലെ വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഈ ഒരു സ്കാലപ്പിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലുള്ള തുണി ഒരു 1/4 ഇഞ്ച് മാത്രം അവിടെ വിട്ട് കൊടുത്തിട്ട് ബാക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മുടെ ഈ സ്കാലപ്പിൻ്റെ ആ ഒരു കോർണർ വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നല്ല നീറ്റായിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ദാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേണമെങ്കിൽ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അയൺ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഉള്ളിലുള്ള ആ ഒരു ക്യാൻവാസിൻ്റെ ഒരു പീസ് നമുക്കൊന്ന് ഹെം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദാ ഹെം ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കൊന്നും സ്റ്റിച്ച് കാണാത്തത് കൊണ്ട് നല്ല നീറ്റായിട്ട് നമ്മുടെ നെക്ക് ഇപ്പോൾ ഉള്ളത്. ഇനി ഇവിടെ കുറച്ച് ബീഡ്സ് വർക്കൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ നെക്ക് അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. ബാക്ക് നെക്കിൻ്റെ ക്യാൻവാസ് ലൈനിങ്ങിലേക്ക് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തെടുത്താൽ മതിയായിരുന്നു. ഞാനത് ഇപ്പോൾ തന്നെ ഓർക്കാത്തത് കൊണ്ടാണ് വേറെ തുണിയിൽ അറ്റാച്ച് ചെയ്തത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ആദ്യം തന്നെ ലൈനിങ്ങിലേക്ക് ഈ ഒരു ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിന് ശേഷം മാത്രമേ ഞാൻ മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ഞാനൊന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു ഏരിയയും കൂടി ഞാൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു മെയിൻ ക്ലോത്ത് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നല്ല വശത്തേക്ക് ഈ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ നെക്ക് അടിക്കേണ്ടതിലൂടെ തന്നെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലുള്ള തുണി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് കർവ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷോൾഡർ കാണാത്ത രീതിക്ക് ജോയിൻ ചെയ്തെടുക്കാം. അതിന് മുന്നേ നമ്മുടെ ഈ ഒരു മെയിൻ ക്ലോത്ത് ലൈനിങ്ങിനനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് എല്ലാ ഭാഗത്തും എക്സ്ട്രാ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് ദാ ഇതുപോലെ മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫിനിഷ് ചെയ്ത് വെച്ച ആ ഒരു ഫ്രണ്ട് പാർട്ട് എടുക്കും. ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നമ്മൾ നല്ല വശത്തോട് നല്ല വശം ചേർന്ന് വരുന്ന രീതിക്ക് ആ നെക്കിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു സ്റ്റിച്ച് അതിൻ്റെ ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും നടുവിലായിട്ടാണ് വരിക. അപ്പോൾ ഉൾഭാഗം പുറം ഭാഗവും ഒക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനാദ്യം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നല്ല ലൈനിങ് കൂട്ടാണ്ട് നല്ല വശങ്ങൾ മാത്രം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി ലൈനിങ്ങിന് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാട്ടിത്തരാം. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ സ്റ്റിച്ചൊന്നും കാണാണ്ട് തന്നെ നമ്മുടെ ഷോൾഡർ ജോയിൻ ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ഷോൾഡറും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്ക് നെക്കും കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് വരേണ്ടത് ആ ഒരു മയിലിൻ്റെ ആ ഒരു വർക്ക് വരുന്നതിൻ്റെ അവിടെയാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് താഴേക്ക് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുകളിലേക്ക് 15 ഇഞ്ച് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 15 ഇഞ്ചിൻ്റെ മുകളിലേക്ക് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു പഫിനായിട്ട്. ഇനി നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈനിന് താഴേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് നമ്മുടെ ആ ഒരു ആം ഹോള് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊരു സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മുകളിൽ ആ ഒരു പഫിനായിട്ട് വെച്ച ആ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ നമ്മുടെ സ്ലീവ് മാർക്ക് ചെയ്തതിലേക്ക് ഒന്ന് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഇനി താഴെ ഭാഗത്ത് കൈവണ്ണം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് അതൊന്ന് ജോയിൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു എക്സ്ട്രാ കൊടുത്ത ആ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നോർമലായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ഷോൾഡറിൽ നിന്ന് 1.5 ഇഞ്ച് 2 സൈഡിലേക്കും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഈ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈൻ തൊട്ടിട്ട് മറ്റേ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈൻ വരെ അതിൻ്റെ ഉള്ളിലാണ് ഞാൻ പ്ലീറ്റ് ഇട്ടെടുക്കുന്നത്. ചെറിയ ചെറിയ പ്ലീറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്യാദേഴ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ദാ ഇതുപോലെ ചെറിയ പഫായിട്ട് നമ്മുടെ സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ താഴെ ഭാഗവും മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അളവിനനുസരിച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. ആ സൈഡ് ജോയിൻ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഹിപ്പ് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് വരെ മാത്രമേ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുള്ളൂ. അതിന് ശേഷം ആ ഒരു ഹിപ്പ് പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യും, മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ സൈഡൊക്കെ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ 2 കോർണറിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടോപ്പിൻ്റെ സൈഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അത് ഒഴിവാക്കാനാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ താഴെ ഭാഗമൊക്കെ മടക്കി അടിച്ചു കൊടുത്ത് നമ്മുടെ ടോപ്പ് അവിടെ ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് കുറച്ചൊരു ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ.